ബീഫ് ബ്രിസ്ക്കറ്റ് കട്ട് ചെയ്യുവാണേ. കട്ട് ചെയ്ത് വന്നപ്പോൾ കളറ് കണ്ടോ. 24 hours കുക്ക് ചെയ്തിട്ടാണ് ഈ പരുവത്തിലെത്തുന്നത്. കട്ട് ചെയ്തെടുത്തോണ്ടേയിരിക്കുന്നേ. ലെയർ ലെയറായിട്ടാണ് ബീഫ് ഇരിക്കുന്നത്, അടുക്കി വെച്ചേക്കുന്ന പോലെ. ചിക്കൻ ബാർബിക്യൂ ആണ്, പ്ലേറ്റിലാക്കുവാണ്. അടുത്ത ഐറ്റമാണ് പോർക്ക്, റിബ്സ് ആണ്. അത് ബാർബിക്യൂ ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുവാണ്. ഇത് മൂന്നും കൂടെ ടേബിളിൽ പ്രസൻറ്റ് ചെയ്യുവേ. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാവേ. ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ലുഡയൊക്കെ കളിച്ചിരുന്ന് വെയിറ്റ് ചെയ്യാവേ. ചിക്കനെ നമ്മൾ എടുത്തത് ടേബിളിൽ കൊണ്ട് തന്നിട്ടുണ്ട്. ജെർക്കീസൊക്കെ വെച്ച് തന്നിട്ടുണ്ട്. ഇത് ഉപ്പിലിട്ടതാണ്. ഒനിയനുണ്ട്, ചിക്കനുണ്ട്, പോർക്കുണ്ട്, പന്നിയുണ്ട്. ഇതിലൊരു ജെർക്കീസൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് 24 മണിക്കൂർ, 4 മണിക്കൂർ, ഇത് 12 മണിക്കൂർ പന്നി. അതായത് സ്മോക്ക് ചെയ്തെടുക്കുന്ന സാധനമാണ്. ഇത്രയും പ്രോസസ്സിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമുക്കിത് തരുന്നത്. ബിസ്ക്കറ്റ് പ്രീ ഓർഡറാണ്, വിളിച്ചു പറഞ്ഞാലേ കിട്ടത്തുള്ളൂ. 50 കൊടുത്തേക്കാം. വേണ്ട ബർഗർ ഗംഭീര പ്രതീക്ഷയില്ല കേട്ടോ. നമസ്കാരം, നാടൻ രുചിയിലേക്ക് സ്വാഗതം. എവിടാന്ന് പറഞ്ഞിട്ടില്ല, വീഡിയോയിൽ ഞാൻ പറയാം. ഗംഭീര ഫുഡാന്നുള്ള പ്രതീക്ഷയിലാണ്. കാരണം ഗൂഗിളിലൊക്കെ അടിപൊളി റിവ്യൂ ആണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന ക്വാളിറ്റി ഫുഡാന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനും ഇരിക്കുന്നത്. നേരെ നമുക്ക് കഴിച്ചു തുടങ്ങാം. ബിസ്ക്കറ്റ് തന്നെ കഴിക്കാം. നമുക്ക് ഇതിനകത്തിലേക്ക് ഒഴിക്കാം. യെസ്, നമുക്ക് പ്രത്യേകം പറയുന്നു, പ്രീ ഓർഡറാണ്. വിളിച്ചു പറഞ്ഞാലേ ബിസ്ക്കറ്റ് കിട്ടത്തുള്ളൂ. പിന്നെ രാവിലെ 11 മണി തൊട്ട് രാത്രി 9 മണി വരെയാണ് ഷോപ്പുള്ളത്. ബിസ്ക്കറ്റ് കഴിക്കട്ടെ, കഴിക്കുവാണേ. സ്മോക്കി ടേസ്റ്റ് ഉണ്ട്. ഈ പറയുന്ന അറിയാമല്ലോ, ബിസ്ക്കറ്റ് കഴിക്കുമ്പം എക്സാക്റ്റ് ബീഫിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്ന ഒരു ഫുഡാണ്. വാവ്, സൂപ്പർ എന്ന് പറയുന്ന ഒരു ടേസ്റ്റ് അല്ല, ഹെൽത്തി ഫുഡാണ്. നോക്ക്, ബീഫ് ഞാൻ ലെയർ 24 hours സ്മോക്ക് ചെയ്ത് തരുമ്പം എങ്ങനെ കഴിക്കാതിരിക്കും. ഒന്ന് ട്രൈ ചെയ്യും, എന്നിട്ട് പിന്നെ ടേസ്റ്റി ആയിട്ട് തോന്നുവാണെങ്കിൽ ട്രൈ ചെയ്യും. ആക്ച്വലി ബ്രിസ്ക്കറ്റ് എന്ന് പറയുന്നത് ഫുഡിൻ്റെ പേരല്ല, അറിയാത്തവർക്ക് വേണ്ടിയാണേ. നമുക്ക് കിട്ടുന്ന ബീഫിൻ്റെ ആ പോർഷൻ്റെ പേരാണ് ബ്രിസ്ക്കറ്റ്. ലെഗ്, ബ്രസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞൊരു പോർഷനുണ്ട് ബീഫിൽ. ആ പോർഷനാണ് കട്ട് ചെയ്ത് നമുക്ക് സ്മോക്ക് ചെയ്ത് തരുന്നത്. അങ്ങനെയാണ് ഇത് ബ്രിസ്ക്കറ്റ് ആയത്. ഫുഡ് കോമ്പോയുടെ പേരല്ല ബ്രിസ്ക്കറ്റ് എന്ന്. എനിക്ക് ക്ഷമിച്ചാൽ ഞാൻ കിടക്കാം, അത്രയ്ക്ക് വേണ്ടി പറഞ്ഞ കേട്ടോ. ബിസ്ക്കറ്റ് ഇന്ന് എൻ്റെ കരുത്ത് തെളിയിച്ചു. ചിക്കൻ കഴിക്കാം. വേണ്ട, ഞാൻ ഇതിൻ്റെ ഇങ്ങനെ ആ സ്കിന്നങ്ങ് എത്തിക്കളയുകയാണ്. അത് ഇവിടുന്ന് ചിക്കനൊന്ന് കഴിച്ചെടുത്ത് ഇതിൻ്റെ പ്യൂവർ ടേസ്റ്റ്, ഒരു സ്മോക്ക് ചെയ്തതിൻ്റെ ഒരു ടേസ്റ്റും. നമുക്ക് സ്മോക്ക് ചെയ്ത് തന്നേക്കുന്ന ലെഗ് പീസ് എടുത്തൊന്ന് കടിക്കാൻ പോകും. നിങ്ങൾ ഗൂഗിൾ റിവ്യൂ ഒക്കെ എടുത്ത് നോക്കാൻ കേട്ടോ. ഗംഭീര റിവ്യൂ ആണ് ഇവർക്കുള്ളത്. ഇത് കഴിച്ചിട്ടുള്ളവരും കഴിക്കാൻ പോകുന്നവരും സ്മോക്കിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡാണ്. ഈ ഫുഡിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇവിടെ വന്ന് കഴിച്ചു നോക്കുക. ഈ മയോണൈസത്തിൽ വാവ്, രസമായിട്ട് മയോണൈസ് ഉണ്ടാക്കാവുന്ന ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, സ്മോക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ മീറ്റിൻ്റെ ടേസ്റ്റ്, അടുത്ത ടേസ്റ്റ് നമുക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പന്നി അല്ല, സ്മോക്ക് ചെയ്തെടുത്ത ഇവിടെ മീറ്റും ഇവിടെ ഫാറ്റും. കഴിക്കട്ടെ. യഥാർത്ഥ മീറ്റിൻ്റെ ടേസ്റ്റ് കിട്ടുകയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഉള്ളത്. ഞാൻ കഴിച്ച 3 ഡിഷിൻ്റെയും യഥാർത്ഥ ടേസ്റ്റ് കിട്ടും. പന്നി ഒരു രക്ഷയിലെത്തും. ഇനി ഒന്ന് കടിച്ചു നോക്കട്ടെ. സൈഡും കൂടെ കഴിക്കുമ്പോഴില്ലേ പന്നിയുടെ ലെവലങ്ങ് മാറുക. സത്യം.
ഇവരിത് പ്രോഫിറ്റിന് വേണ്ടി ചെയ്യുന്നതല്ല, ഇവരുടെ ഒരു പാഷനാണ്. ഇതെങ്കിലും കിട്ടാത്ത ഫുഡ് ഇവരെ കയ്യാൽ ഉണ്ടാക്കി കൊടുക്കുന്നു. വെച്ചാൽ എവരി വൺ ഐറ്റങ്ങളും ഇവരുടെ മേക്കിംഗ് ആണ്, സ്വന്തം പ്രോഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ ടേസ്റ്റിലൊന്നും യാതൊരു കോംപ്രമൈസും ഇവർ ചെയ്യുന്നില്ല. കാരണം അവർക്ക് ലാഭം അല്ലല്ലോ, അവർക്ക് അവരുടെ പാഷനാണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, ടേസ്റ്റിയായിട്ട് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് അവരിത് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇത്ര ടേസ്റ്റ്. എന്ന് വെച്ചാൽ ക്വാളിറ്റിയിലൊന്നും ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് എന്നോട് പറഞ്ഞപ്പോഴേ ഞാൻ എടുത്ത പോലെ ചോദിച്ചു വട്ടാണോ എന്നാണ് ചോദിച്ചത്. അത്രയ്ക്ക് രാവിലെ അർലി മോർണിംഗ് എണ്ണിച്ച് പോകുന്നു, അറുശാലയിൽ പോയി പറയുന്ന പീസ് അവരെ കൊണ്ട് കട്ട് ചെയ്തെടുക്കുന്നു. എന്ന കാലത്ത് ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഫുഡ് കൊടുക്കാൻ മറ്റുള്ളവരൊക്കെ എത്രത്തോളം ചെയ്യുന്നവരുണ്ട്. പക്ഷേ അത് എത്രത്തോളം ആൾക്കാർ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കണ്ടറിയേണ്ടി വരും, അല്ലെങ്കിൽ കേട്ടറിയേണ്ടി വരും. ഞാൻ ഇന്ന് അവരെ കണ്ടറിഞ്ഞു, അതുകൊണ്ടൊക്കെ പറഞ്ഞതാണ് കേട്ടോ. ഇവരുടെ ഈ മസാല ഭയങ്കര ഹൈലൈറ്റായിട്ട് നിൽക്കുന്നൊരു മസാല കേട്ടോ, ടേസ്റ്റി മസാലയാണ്. എയർലിയലായിട്ടാണ് പന്നിയിരിക്കുന്നത്. പന്നി കഴിക്കുന്നവർക്കുള്ള വീഡിയോയാണ്. നിങ്ങൾ ഈ സമയമാകുമ്പോൾ വേണേൽ സ്കിപ്പ് ചെയ്ത് പോക്കോ. പക്ഷേ എനിക്കിത് ചെയ്യാതിരിക്കാൻ പറ്റില്ല, എൻ്റെ ജോലിയുടെ ഭാഗമാണ്. ഓക്കെ, ജ്യൂസി ആയിട്ടിരിക്കുന്ന ബർഗർ നമുക്ക് ചീസ് ബീഫ് പാറ്റിയുടെ ലെയറുണ്ട്. എടുത്ത് കടിക്കട്ടെ. സോഫ്റ്റ് ബണ്ണാണ്, ചീസ് ഇരിക്കുന്ന കണ്ടോ, ബീഫ് പാറ്റി ഇരിക്കുന്ന കണ്ടോ. ഇതിനകത്തിൽ ഉപയോഗിക്കുന്നത് ഇവരുടെ സോസ് തന്നെയാണ്. ഹൈലി ടേസ്റ്റി ബർഗർ. എന്ത് ഇതിനകത്ത് ചേർക്കുന്നതെന്ന് ഒരു പിടുത്തമില്ല, ഇത്രയ്ക്ക് ടേസ്റ്റ്. അതിൻ്റെ ജ്യൂസി ആയിട്ട് വരുന്ന ബർഗറുമാണ്. കഴിച്ച സാധനത്തിൻ്റെയൊക്കെ സ്പോട്ട് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടായോ? അതൊന്ന് പോയി കണ്ടിട്ട് വാ. ഡി സ്മോക്കിങ്സ് അടൂര് പഴകുളമാണ്, AP റോഡിൻ്റെ സൈഡിലായിട്ട്. ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ്. നമ്മൾ കഴിക്കുന്ന ഫുഡല്ലാതെ കുറേ ഇറ്റാലിയൻ ഫുഡുകളും ഉണ്ട്. അപ്പോൾ ഇനിയും ടേബിളിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ബിന്ദുവിനെ കാണാവേ. കണ്ടില്ലേ സ്പോട്ട് മട്ടൻ ബർഗർ കേട്ടോ, തിന്ന് തീർക്കാനും പാടാം. ബീഫ് വിത്ത് ബേക്കൺ ബർഗറാണ് ഇത്. ബേക്കണിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതൊരു പീസ് ഇങ്ങനെ ലെയറായിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാം മസ്റ്റ് ട്രൈ ആണ്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് പോർക്ക് തന്നെയാണ്. ബീഫൊക്കെ ഇഷ്ടപ്പെട്ടു. ബർഗറും അടിപൊളിയാണ്, കഴിച്ചു തീർക്കാൻ പാടാണ്. ഞാൻ ഇത്രയും കഴിച്ചുകൊണ്ടായിരിക്കും. ഒരെണ്ണമൊക്കെ വന്ന് കഴിക്കുന്നവർക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ ചുമ്മാ വായക്കോ എല്ലാം തിന്ന് കഴിച്ചു തിരുന്ന ആളായിരിക്കും, അതുകൊണ്ടുള്ള പ്രശ്നമില്ല. എന്തായാലും ഇപ്പോൾ സ്ഥലം എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങളെ ഡെലിവറിക്ക് ആവശ്യപ്പെടുവാണ്, അവർ ഡെലിവറി ചെയ്ത് തരും. എന്തായാലും വിളിച്ചോ, നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞാൽ അവർ സാധിച്ചു തരും. കാരണം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പ്രോഫിറ്റിന് നടത്തുന്നതല്ല, അവരുടെ പാഷനാണ്. അവർക്ക് വേറെ പ്രൊഫഷനുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതുകൂടെ അവരുടെ രസത്തിന്, അവരുടെ സന്തോഷത്തിന് ചെയ്യുന്ന ഒരു കാര്യമാണ്. വിളിക്കുന്നവരെയും വരുന്നവരെയും സാക്രിഫൈ ചെയ്യാന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്വം. അതുകൊണ്ട് നിങ്ങൾ ധൈര്യത്തെ വിളിച്ചു. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ആ സൈഡിലുള്ള ബെൽ ബട്ടൺ അടിച്ച് പൊടിച്ചാൽ നശിപ്പിച്ചേക്ക്. ബൈ ബൈ.